ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാനായിട്ടാണ്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്വിൻ ഡെലിവറി ആയിരുന്നു എൻ്റെത്, ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു എൻ്റെത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, അങ്ങനെ ഒരു എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഈ വീഡിയോ ചെയ്യണം എന്നൊരു ഐഡിയ വന്നത് വേറൊന്നുമല്ല. ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഡെലിവറി പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആയിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഡെലിവറി, ട്വിൻ ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് കുറച്ചൊരു പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് കിട്ടും. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരുപാട് ട്വിൻസിൻ്റെ, അതുപോലെ 3 മക്കളിലുള്ള 4 പേരുടെ ഒക്കെ ഞാൻ ഡെലിവറി സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് എൻ്റെ സമയം വന്നത്. ഇപ്പോൾ മക്കൾക്ക് 1.5 വയസ്സായി. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 2022 മെയ്യിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ഒന്നും ആയിരുന്നില്ല, പ്ലാൻഡ് പ്രഗ്നൻസി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എൻ്റെ പീരിയഡ്സ് മിസ്സായി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കാർഡൊക്കെ വാങ്ങിക്കൊണ്ട് രാത്രിയാണ്, എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാത്രി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കാണിച്ചു. അപ്പോൾ അങ്ങനെ സാധാരണ വീഡിയോസിലാണ് കണ്ടിട്ടുണ്ട്, രാവിലെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കുള്ളൊരു കറക്റ്റ് റിസൾട്ട് അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് റിസൾട്ട് തന്നെ കാണിച്ച്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുറച്ചൊരു PCOD ഇഷ്യൂ, അതുപോലെ തന്നെ വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ട് PCOD ഇഷ്യൂ, അതുപോലെ തന്നെ ഇറഗുലർ പീരിയഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിന് മുമ്പ് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി. അതിന് മുമ്പ് ഞാൻ എൻ്റെ PCOD ഇഷ്യൂ ഒക്കെ ആയിട്ട് കാണിച്ച ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡോക്ടറെ അടുത്ത് തന്നെ പോയി നമ്മൾ കാണിച്ചു, ഒന്നുകൂടി ചെക്കപ്പ് ചെയ്ത് കൺഫേം ആക്കി കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നമുക്ക് പീരീഡ്സ് ആവാൻ പോകുന്ന സമയത്തൊരു വയറുവേദന ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒരു വയറുവേദന എനിക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ബ്രേക്കിൽ വയറുവേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ സമയത്തൊന്നും അങ്ങനെ മെയിൻ ചെയ്തില്ല. പക്ഷെ പിന്നെ അങ്ങനെ കൂടി വന്നപ്പോൾ നമ്മളൊരു 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വയറുവേദന ഉണ്ടെന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് കെയർ ചെയ്യണം, യാത്ര ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു, നന്നായിട്ട് ശ്രദ്ധിക്കണം, റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഒരു അബോർഷൻ്റെ ടെൻഡൻസിയാണ് സാധാരണ ഇങ്ങനത്തെ വയറുവേദന കാണിക്കുന്നതെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയി. അപ്പോൾ ഡോക്ടർ എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു, വീക്കിലി വൺസ് ആ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. പ്രൊലൂട്ടൺ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഡോക്ടറിൽ നിന്ന് പോന്നു, ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പയ്യെ എനിക്ക് ആ വയറുവേദന കുറയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇനി സ്കാൻ ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ആ സമയത്തൊന്നും അങ്ങനെ പ്രഗ്നൻസിയുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ, വേറെ ഛർദി അങ്ങനത്തെ ഒന്നും ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ റെസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ 2 ആഴ്ച റെസ്റ്റ് തന്നെയായിരുന്നു. മെല്ലെ അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. നമ്മൾ സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്യുന്നത് വേറെ ഡോക്ടറെ അടുത്താണ് കേട്ടോ. സ്കാൻ ചെയ്യാൻ പോയി. അപ്പം അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു വളർച്ചക്കുറവ് കാണിക്കുന്നുണ്ട്, ഒരു എത്ര ഡേയ്സ് വളർച്ചക്കുറവാണ് കാണിക്കുന്നത്, പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ കാണിക്കാൻ, ചിലർക്ക് അങ്ങനെ കാണിക്കലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ എന്നെ കാണിക്കുന്ന ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടർക്ക് റിസൾട്ട് കാണിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞതിൽ ഇങ്ങനെ ഒരു വളർച്ചക്കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 15 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്കാനിങ്ങിനും കൂടി എഴുതി. അപ്പോഴും എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഛർദി അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്തു. ഛർദി, നെഞ്ചിരിച്ചിൽ, ഫുഡൊന്നും വേണ്ടാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഞാൻ നല്ല ഛർദി ആയിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു 15 ഡേയ്സ് കഴിഞ്ഞു. 15 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ പോയി. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ആദ്യമൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ട്വിൻ ലൈനാണ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
ചെയ്യുന്ന സ്കാനിങ് റൂമിൽ വേറെ കൂടെ വന്നപ്പോൾ ആ സമയത്ത് ആരും ഉണ്ടാകുന്നില്ല, പുറത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ട്വിൻ ലൈന് കാണിക്കുന്നുണ്ട്, അത് ട്വിൻസാണ് കാണിക്കുന്നത്, പക്ഷേ എത്രത്തോളം അതിനൊരു നമുക്കൊരു ഉറപ്പ് ഇപ്പം തന്നെ പറയാൻ പറ്റും എന്നറിയാം, അതുകൊണ്ട് പുറത്തങ്ങനെ ആരോടും പറയണ്ട, അതായത് വേറെ ആരോടും പറയണ്ട, ഒരു സ്കാനിങ് കൂടി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ട്വിൻസാണെന്ന് കേട്ടപ്പോൾ ആദ്യം സന്തോഷവും, പക്ഷെ ഒരു സത്യമായിട്ടൊരു പേടിയും എന്തോ അങ്ങനത്തെ ഒക്കെ ഒരു എല്ലാം കൂടി ഉള്ളൊരു മിക്സഡ് അവസ്ഥയായിരുന്നു കേട്ടോ ആ സമയത്ത് ട്വിൻസാണെന്ന് അറിഞ്ഞപ്പോൾ. ഞാൻ പുറത്തിറങ്ങി അത് വീട്ടുകാരോട് പറഞ്ഞു ട്വിൻസാണെന്ന് പറഞ്ഞു. ഇവർക്ക് സന്തോഷമുണ്ട്, പക്ഷെ ഒപ്പം ടെൻഷനും ഉണ്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോയി, കാണിക്കാൻ ഡോക്ടറെ അടുത്തേക്ക് റിസൾട്ട് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ ട്വിൻസാണ്, നന്നായിട്ട് റെസ്റ്റ് എടുത്തോളൂ, നന്നായിട്ട് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ആ ഇഞ്ചക്ഷൻ അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ട്രിപ്പിളോട്ട് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ എനിക്ക് ഡെലിവറി വരെ 1 മാസം കണ്ടുള്ളൂ എനിക്കത് ഡ്രോപ്പ് ചെയ്തിട്ട്, അതായത് എനിക്ക് കണ്ടിന്യൂസ് ഡെലിവറി വരെ ആ ഇഞ്ചക്ഷൻ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ പുറത്തൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ട്വിൻസ് ആണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ എനിക്ക് ഛർദി, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് സമയത്ത്, ഛർദിയിൽ അങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എൻ്റെ പ്രഗ്നൻസിയിൽ. ഒട്ടും ഞാൻ എൻജോയ് ചെയ്യാത്തൊരു പ്രഗ്നൻസി ആയിരുന്നു കേട്ടോ എൻ്റെത്. ഒരു ദിവസം പോലും ഞാൻ ഛർദ്ദിക്കാത്തതില്ല, ഒരുപാട് ഛർദ്ദിച്ചു. ഭക്ഷണമൊന്നും വേണ്ട, വെയിറ്റൊക്കെ കുറയുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ അത്യാവശ്യം ഒരു തടിയൊക്കെ ഉള്ള ആളായിരുന്നു, പക്ഷേ വെയിറ്റൊക്കെ കുറഞ്ഞു. ഞാനൊരു ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് പോയി ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്വിൻസ് ആണല്ലോ, അപ്പോൾ എനിക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു, നെഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു, ഛർദ്ദലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഞാൻ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ് അടുത്ത ചെക്കപ്പിൻ്റെ സമയമായി. ചെക്കപ്പ് ചെയ്തു, ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇതേപോലെ ട്വിൻസ് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇടയ്ക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ ഇനി കാണിക്കാൻ വരുമ്പോൾ സ്കാൻ ചെയ്തിട്ട് കാണിക്കാൻ വരാൻ പറഞ്ഞു, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അടുത്ത ചെക്കപ്പിന് സമയമായപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാൻ പോയി. അപ്പോൾ ആ സ്കാനിങ്ങിൽ ഇതേപോലെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, ലോ ലൈൻ പ്ലാസൻ്റ. ആ സമയത്താണ് സത്യമായിട്ട് എനിക്കങ്ങനെ, ഞാൻ ആ സമയം വരെ ഒന്നും സെർച്ച് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ലോ ലൈൻ പ്ലാസൻ്റ ആണ് കാണിക്കുന്നത്, മറുപിള്ള താഴെയായിട്ടാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ അപ്പോഴും റെസ്റ്റിലായിരുന്നു. വീണ്ടും ഡോക്ടർ നന്നായിട്ട് റെസ്റ്റ് എടുത്തോളൂ, റെസ്റ്റ് മുടക്കണ്ട, എണീറ്റ് നടക്കണ്ട, ഫുൾ ബെഡ് റെസ്റ്റ് തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ബെഡ് റെസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ സന്തോഷം ഉണ്ടായി ചോദിച്ചാൽ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ടെൻഷനും പേടിയും ഒക്കെ ആയിരുന്നു. ട്വിൻസ് ആണല്ലോ, അങ്ങനെ പിന്നെ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒന്നാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ അതൊന്നും ആലോചിക്കാൻ പോലും പറ്റണില്ല. ഞാൻ കടന്നു പോയിട്ടുള്ള ഒരു സ്റ്റേജ് ഇപ്പോൾ എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ സ്റ്റേജിൽ കൂടിയായിരുന്നു കടന്നു പോയത്. അപ്പോൾ ഇന്ന് ഒരു ദിവസം എനിക്ക് ഛർദിയാണ് എൻ്റെ മെയിൻ പ്രശ്നം എന്നുണ്ടെങ്കിൽ, പിറ്റേ ദിവസം നെഞ്ചരിച്ചിലായിരിക്കാം, അതിൻ്റെ പിറ്റേ ദിവസം കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം. അതുപോലെ ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്വിൻസ് ആയിരിക്കുന്ന എല്ലാവർക്കും ഇത് ഉണ്ടാവണമെന്നില്ല, ചിലർക്ക് ഛർദി ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോ ദിവസം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനോമലി സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ എന്തോ അല്ലേ അതിന് പറയാം, അനോമലി സ്കാനിങ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിങ്. അങ്ങനെ ആ സ്കാനിങ് വന്നെത്തി. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഒക്ടോബർ 3-ാം തീയതിയായിരുന്നു, കാരണം ആ ഡേറ്റൊന്നും ഞാൻ മറക്കില്ല. നമ്മളങ്ങനെ അനോമലി സ്കാനിങ്ങിന് പോയി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ എത്തിയ, പക്ഷേ ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നമ്മുടെ ടോക്കൺ വന്നത്. സ്കാനിങ് റൂമിൽ കയറിയപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്നോടൊന്നും പറയുന്നില്ല, ഒന്നുകൂടി പുറത്തു പോയിട്ടൊന്ന് നടന്നൊക്കെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഫുഡൊക്കെ കഴിച്ച് നടന്ന് ചെന്നു. അപ്പോഴും ചെയ്തു, എന്നോട് അപ്പോഴും ഒന്നും പറഞ്ഞില്ല. വീണ്ടും ഒന്നുകൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ചെയ്തിട്ട് എന്നോട് ഇറങ്ങി ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ കൂടെയുള്ള ആളെ വിളിക്കാൻ പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മക്കൾക്ക് ബേബീസിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ യൂട്രസിന് രണ്ടുപേരൊന്ന് താങ്ങാനുള്ളൊരു ശേഷി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് 5-ാം മാസമാണ്, 22 വീക്ക് ഉള്ള ആ സമയത്ത്
എൻ്റെ യൂട്രസ് ഓപ്പൺ ആയിട്ടുണ്ട്. 70% എൻ്റെ യൂട്രസ് ആ സമയത്ത് ഓപ്പൺ ആണ്, വിത്ത് ട്വിൻസ് 2 പേരെയും വെച്ചിട്ടാണ് ആ സമയത്ത് എൻ്റെ യൂട്രസ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യും ഒറ്റ പ്രതീക്ഷയില്ലാതെയാണ് അതിന് ദേശമൊക്കെ നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു നമുക്കൊരു പോസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ഇടാം എന്നൊരു പോസിബിലിറ്റി ഉള്ളൂ. പക്ഷെ അതും എത്രത്തോളം മുന്നോട്ട് പോകുമെന്നറിയില്ല. രണ്ടാളായതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് വെയിറ്റ് താങ്ങാതെ നമുക്കത് ചിലപ്പോൾ ആ സ്റ്റിച്ച് പൊട്ടിപ്പോവാം. അതുകൊണ്ട് അതൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിലും നമുക്കത് അതിനൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. നമ്മൾ നേരെ എന്നെ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയി, മാഡം എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് ഒന്നും മാഡത്തിന് ആകെ ഒരു കൺഫ്യൂഷനായി, ടെൻഷനായി. അപ്പോൾ നേരെ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുകയും ചെയ്തില്ല, നേരെ അഡ്മിറ്റാണ് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. നമുക്ക് സ്റ്റിച്ച്, അപ്പം മാഡം പിന്നെ പറഞ്ഞു സ്റ്റിച്ച് ഇട്ട് നോക്കാം, പക്ഷേ ആ സ്റ്റിച്ച് നമുക്ക് എത്ര കാലം അത് എത്രത്തോളം പോവും എന്നൊന്നും ഒരു ഉറപ്പുമില്ല, എന്തായാലും സ്റ്റിച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ സ്റ്റിച്ചിട്ടോന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. നമ്മൾ ഫുൾ എനിക്ക് അങ്ങനെ മയക്കി സ്റ്റിച്ചിട്ടു. അതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നേരെ സ്റ്റിച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ICUലോട്ട് മാറ്റി. കുഴപ്പമൊന്നുമില്ല. നേരെ പിന്നെ ലേബർ റൂമിലായിരുന്നു കേട്ടോ. ഞാൻ 4-5 ദിവസം ലേബർ റൂമിലായിരുന്നു. അപ്പോൾ ലേബർ റൂമിലേക്ക് മാറ്റി. പിന്നെ ഡോക്ടർ പുറത്തുള്ള ഹസ്ബൻഡിൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു സ്റ്റിച്ചിട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇനി നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ അത്രത്തോളം നമുക്ക് പോവാം. എന്നാലും ഒരു 100% ഉറപ്പ് മാഡം തന്നിട്ടുണ്ടായിരുന്നില്ല. മാഡത്തിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 4-5 ദിവസം കൂടി ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ അടുത്തൊരു വെല്ലുവിളി വന്നത് ഹോസ്പിറ്റലും എൻ്റെ വീടും തമ്മിൽ നല്ല ലോങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ലോങ്ങാണ്. ഒരു 1 hour റണ്ണിങ് ഉണ്ട് ഹോസ്പിറ്റലും വീടും തമ്മിൽ. അപ്പം അങ്ങനെ അതുകൊണ്ട് മാഡത്തിനെ ഡിസ്ചാർജ് ചെയ്യാനൊരു പേടിയായിരുന്നു, പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് പിന്നീട് വേഗം അപ്പോൾ മാഡം ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒരു 1.5 മാസക്കാലം ഞങ്ങൾ ആ ഒരു വാടക വീട്ടിലായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നറിയില്ല. ഒരുപാട് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു ആ സമയത്ത് കടന്നു പോയിട്ടുണ്ടായത്. ഒരു 1.5 മാസം ഞങ്ങളെല്ലാവരും അവിടെ തന്നെയായിരുന്നു. ഞാനും ഹസ്ബൻഡും എൻ്റെ അമ്മ, അച്ഛൻ, ഏട്ടൻ എല്ലാവരും അവിടെ തന്നെ. അങ്ങനെ 1.5 മാസം ദൈവം സഹായിച്ച് അങ്ങനെ തള്ളി നീക്കി. അതിൻ്റെ ഇടയിൽ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. ആ ചെക്കപ്പിനൊക്കെ ഞാൻ കാറിൽ കടന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെക്കപ്പ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ദൈവം സഹായിച്ചൊരു 1.5 മാസം അങ്ങനെ പോയി. പെട്ടെന്നൊരു നവംബർ 20-ാം തീയതി പുലർച്ചെ ഒരു 3 മണിയായി കാണും, ചെറിയൊരു അസ്വസ്ഥത എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഒരു മൂത്രമൊഴിക്കാനുള്ള അങ്ങനത്തെ ഒരു ടെൻഡൻസി, അങ്ങനത്തെ ഒക്കെ ഒരുപാട് എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, ഒരുപാട് അസ്വസ്ഥത എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ച് മൂത്രമൊഴിക്കാൻ എണീച്ചു. അപ്പം ഇങ്ങനെ എന്തോ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നി. ഈ വാട്ടർ ലീക്കേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്കത് എക്സ്പീരിയൻസിൽ ആകുമ്പോഴുള്ളല്ലോ നമുക്കതറിയാം. അപ്പം ഇങ്ങനെ എനിക്കിപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. വേഗം എല്ലാവരെയും വിളിച്ചു. അപ്പം മനസ്സിലായി വാട്ടർ ലീക്കേജ് ആണ് മനസ്സിലായി. വേഗം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു. ഒരു പുലർച്ചെയുണ്ട് ആ സമയം. ഡോക്ടർ ഒന്നും അപ്പോൾ അവിടെ ഉണ്ടാവില്ലല്ലോ, ഡ്യൂട്ടി ഡോക്ടർമാർ നഴ്സുമാരൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വാട്ടർ ലീക്കേജ് ആണ്. പിന്നെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നപ്പോൾ എന്തായാലും ഇന്ന് തന്നെയാണ് നമ്മുടെ ഡെലിവറി എന്ന് ഉറപ്പിച്ചു. അപ്പം അങ്ങനെ അങ്ങനെ എനിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. എന്തായാലും അന്ന് ഡെലിവറി ഒന്നുണ്ടല്ലോ, സിസേറിയൻ ആയിരിക്കും, 100% ഷുവറാണ്. കാരണം ട്വിൻസ് ആയതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. നല്ല ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നല്ല ലേബർ റൂമിനുള്ളിൽ ഞാൻ കരയായിരുന്നു. അങ്ങനെ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ഡോക്ടർ വന്നു. പിന്നെ അടുത്തൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മൾ ഇന്നാണ് ഡെലിവറി എന്ന് ഉറപ്പിച്ചു, പക്ഷെ അടുത്തൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മക്കളെന്തായാലും ഇപ്പം തന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ തരില്ല, നേരെ അവർ NICUലോട്ട് മാറ്റുക. കാരണം പ്രീമച്വർ ബേബീസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് പീഡിയാട്രിഷ്യന്മാരെന്തോ ലീവ് അങ്ങാണ്ടായിരുന്നു. പിന്നെ ഒന്നുകൂടി ഫെസിലിറ്റി ഉള്ളത് വേറൊരു ഹോസ്പിറ്റലിലേക്കാണ് എന്ന് മേഡം തന്നെ പറഞ്ഞ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് പോയി, മൗലാന ഹോസ്പിറ്റലിലേക്ക് പോയി, പെരിന്തൽമണ്ണ.
ആംബുലൻസിലൊക്കെ ആയിട്ടപ്പോൾ കൊണ്ടുപോയത്. ഡോക്ടർ അപ്പോഴേക്കും വിളിച്ച് എല്ലാ ഓപ്പറേഷൻ തിയേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി അവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നേരെ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറും വന്നു. അങ്ങനെ സിസേറിയനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എനിക്കിങ്ങനെ അനസ്തേഷ്യ തന്നു, നട്ടലിന് സൂചി വെച്ചിട്ട് അങ്ങനെ അനസ്തേഷ്യ തന്നു. അപ്പം എന്നടുത്ത് ഇങ്ങനെ അറിയുന്നുണ്ടോ ചോദിച്ചു. അപ്പം എനിക്ക് ആദ്യമൊന്നും പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ പിന്നെ എനിക്ക് അരക്കിയത് അവിടെ അങ്ങ് മരവിക്കാൻ തോന്നി, കാലൊന്നും ഇല്ലാന്ന് തന്നെ തോന്നി. അങ്ങനെ അവസ്ഥയായി. അങ്ങനെ പിന്നെ പയ്യെ നന്നായിട്ട് മരവിച്ചു തുടങ്ങി. പക്ഷെ എനിക്ക് എല്ലാം അറിയാം. എനിക്കങ്ങനെ ഫുള്ളായിട്ട് ബോധം പോയിട്ടൊന്നും ഉണ്ടാകുന്നില്ല. എനിക്കറിയാം ശരീരത്തിൽ തൊടുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ എനിക്ക്, അതായത് വേദനയല്ല, അല്ലാതെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സിസേറിയൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. സത്യാവശ്യം ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്തൊന്നും ഞാൻ സന്തോഷിച്ചു ഒരു എനിക്കങ്ങനെ ഹാപ്പിനെസ് അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഫുൾ ടെൻഷനും സങ്കടവും പേടിയും ഒക്കെ ആയിരുന്നു. ഈ സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആദ്യം ഒരാളെ പുറത്തെടുത്തു. അയാളൊന്ന് കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. നേരെ അവളൊന്ന് കാണിച്ച് അവളെ കൊണ്ടുപോയി. പിന്നെ അടുത്ത ആളെടുത്തു. ആൺകുട്ടിയാണ്. അവനങ്ങനെ കരഞ്ഞില്ല, ചെറുതായിട്ട് അവനങ്ങനെ കരഞ്ഞില്ല. പിന്നെ ശ്വാസത്തിന് അവനെന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് കാണിച്ച് അവനെ കൊണ്ടുപോയി. പുറത്തുള്ളവർക്ക് അങ്ങനെ ഒന്ന് കാണിച്ചില്ല എന്നുള്ള രീതിയിൽ കാണിച്ച് നേരെ അവനെ NICയിലോട്ട് കൊണ്ടുപോവാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. നവംബർ 20 ഒരു ഞായറാഴ്ച 2:47 2:48 ഞാൻ എൻ്റെ മക്കൾക്ക് ജന്മം നൽകിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറെ വെല്ലുവിളി, വേറെ ടെൻഷൻ, അങ്ങനത്തെ ഓരോന്നായിരുന്നു. കാരണം NIC എന്ന് പറയുന്നത് അതെന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. എല്ലാവർക്കും ട്വിൻസായിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം അതല്ല പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഹൈ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എങ്ങനെയാണത് ഞാൻ ആ സമയത്ത് ഞങ്ങൾ ഓരോരുത്തർ ആ സമയത്ത് അതിലൂടെ കടന്നു പോയി ഇതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി ഇതാണ്. അപ്പോൾ എനിക്ക് എന്തുണ്ടെങ്കിലും ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷനൊന്നും വേണ്ട. ഞാനൊക്കെ നല്ല ടെൻഷനുള്ള ആളായിരുന്നു. പിന്നെ ആ സമയത്ത് ഇതേപോലെ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ദൈവം സഹായിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞു. 29th വീക്കിലായിരുന്നു ഡെലിവറി. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു.